ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ആദ്യത്തെ വിവാഹ വാർഷികം വരാൻ പോവുകയാണ്. അപ്പോൾ ചെറിയ രീതിയിലാണെങ്കിലും അവരത് വളരെ നന്നായി ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. വൈകിട്ടാണ് അവർ പരിപാടിയൊക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. രേവതിയുടെ വീട്ടുകാരെയും നമ്മുടെ വർഷയുടെ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ശ്രുതിയുടെ വീട്ടുകാരെ വിളിക്കാൻ ആരുമില്ലല്ലോ, ശ്രുതിയുടെ അച്ഛൻ ജയിലിലല്ലേ. അതുകൊണ്ട് തന്നെ വർഷയുടെ വീട്ടുകാരെയും രേവതിയുടെ വീട്ടുകാരെയും മാത്രമാണ് ക്ഷണിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ അച്ചമ്മയും ഉണ്ട് പരിപാടിയിൽ. അപ്പോൾ അങ്ങനെ പരിപാടിയുടെ സമയമാകുമ്പോഴേക്കും വൈകുന്നേരം ആവുകയാണ്. നമ്മുടെ വർഷയും ശ്രീകാന്തും വലിയൊരു കേക്കുമായിട്ട് വരുവാണ്. അവരുടെ വകയാണ് ഈ പരിപാടിക്ക് മുറിക്കാനുള്ള കേക്ക്. അപ്പോൾ കേക്ക് കാണുന്നതും സുധിയുടെ കണ്ണ് തള്ളിപ്പോകുന്നുണ്ട്. ഇതെന്താണ് ഇത്രയും വലിയ കേക്കോ? അപ്പോൾ വർഷ പറയുന്നുണ്ട്, പിന്നെ രേവതി ചേച്ചി എനിക്ക് സ്പെഷ്യലാണ്, അതുകൊണ്ട് രേവതി ചേച്ചിക്ക് ഞാനൊരു സ്പെഷ്യൽ കേക്കാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വർഷയും ശ്രീകാന്തും കൂടി ഈ കേക്ക് കൊടുക്കുവാണേ. അപ്പോൾ സച്ചിക്കും രേവതിക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ സുധി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് കേക്ക് മുറിക്കാലോ, കേക്ക് അധിക നേരം ഇങ്ങനെ പുറത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, വെള്ളമായി പോകുമെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എടാ വിളിച്ചവരൊക്കെ വറ്റിയടാ, എന്നിട്ട് മതി കേക്ക് മുറിക്കൽ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ രേവതിയുടെ വീട്ടുകാരൊക്കെ വരുവാണേ. രേവതിയുടെ അമ്മയും ദേവുമാണ് വരുന്നത്. ശരത്തില്ല, കാരണം ശരത്തും സച്ചിയും തമ്മിൽ ചേരത്തില്ലല്ലോ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി വരുവാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, ഇവരെയൊക്കെ ആരെയാ വിളിച്ചത്? അപ്പോൾ രവീന്ദ്രൻ പറയും, വിളിക്കാതെ ആരും വരില്ലല്ലോ, അവരെ ഞാനാ വിളിച്ചത്, അതുകൊണ്ടാണ് അവർ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ലക്ഷ്മിക്കും ദേവുവിനൊക്കെ അറിയാലോ ചന്ദ്രയുടെ സ്വഭാവം, അവരുടെ വാലിരിക്കണൊക്കെ കേൾക്കേണ്ടി വരും എന്നറിഞ്ഞിട്ട് തന്നെയാണ്, അപമാനിക്കാൻ പലതും പറയുമെന്നറിയാം, എന്നാലും അവർ വന്നിട്ടോ, കാരണം അവരുടെ മോളുടെ ആദ്യത്തെ വിവാഹ വാർഷികമല്ലേ. പിന്നെ നമ്മൾ എന്നിട്ടും ശ്രുതിക്ക് ആ കേക്ക് കണ്ടിട്ട് ഇരിക്കപ്പുറതിയില്ല. അപ്പോൾ ദേ പുറകേൽ വരുവാണ് നമ്മുടെ മഹിമയും വരുവാണ്. മഹിമേനെ കാണുന്നത് നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷവും. ആ മഹിമേ വാ വാ അകത്തോട്ട് വാ എന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നുണ്ട്. രവീന്ദ്രനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ മധുസൂദനൻ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ചേട്ടന് വേറെ പരിപാടി ഉണ്ടെന്ന് മഹിമ പറയുന്നുണ്ട്. ഓ നിങ്ങളെങ്കിലും വന്നല്ലോ, സന്തോഷം എന്ന് പറഞ്ഞ് രവീന്ദ്രൻ സ്വാഗതം ചെയ്യുവാണ് മഹിമയെ. അപ്പോൾ മഹിമ കയ്യിൽ ഒരു സ്വർണത്തിൻ്റെ ബോക്സും കൊണ്ടൊക്കെയാണ്, ഗോൾഡ് കിട്ടുമ്പോൾ കിട്ടുന്ന ബോക്സില്ലേ അതും കൊണ്ടൊക്കെയാണ് വന്നത്. അപ്പോൾ നമ്മുടെ സച്ചിയും രേവതിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അവരൊന്നും പറയുന്നൊന്നുമില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു ചടങ്ങ് നടന്നപ്പോഴേക്കും ഇവർ അപമാനിച്ചിട്ടല്ലേ വിട്ടത്. അതുകൊണ്ട് തന്നെ രേവതിയും സച്ചിയൊന്നും മിണ്ടാതെ അവിടെ അങ്ങനെ നിൽക്കുവാണ്. അപ്പോഴേക്കും കേക്കൊക്കെ മുറിക്കാൻ അപ്പോൾ ശ്രുതി പറയും, എല്ലാവരും വന്നല്ലോ, ഇനി നമുക്ക് കേക്ക് മുറിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും വായിൽ വെച്ച് കൊടുക്കുവാണ് നമ്മുടെ സച്ചിയും രേവതിയൊക്കെ. വർഷം ഒരു അഡീഷണൽ ആയിട്ടൊരു ഗിഫ്റ്റും കൂടി കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ രണ്ടാമത് ഇവർ വിവാഹം കഴിച്ചില്ലേ, സച്ചി മാല മേടിച്ചു കൊടുത്തപ്പോഴേക്കും അത് ഫ്രെയിം ചെയ്ത അടിപൊളി ഫോട്ടോയാണ് കേട്ടോ. അപ്പോൾ മഹിമ വരുവാണ് അടുത്തതായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. മഹിമ കയ്യിലുള്ള ജ്വല്ലറി ബോക്സ് കൊടുക്കുവാണ് നമ്മുടെ രേവതിയുടെ കയ്യിൽ. എന്നിട്ട് പറയും, രേവതി നീ എനിക്ക് എൻ്റെ മോളെ പോലെയാ, അതുകൊണ്ടാണ് ഞാൻ നിനക്കിത് മേടിച്ചത്, തുറന്നു നോക്ക് രേവതി എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എന്തിനാ മഹിമ ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ മേടിച്ചത്? സ്വന്തം അമ്മ പോലും കൈവീശി വന്നിരിക്കുക, മഹിമയ്ക്ക് ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഹിമ പറയും, ഞാൻ പറഞ്ഞില്ലേ രേവതി എനിക്ക് എൻ്റെ മോളെ പോലെ തന്നെയാണ്, വർഷയുടെ കൂടെ തന്നെയാണ് രേവതിയും കാണുന്നതെന്നൊക്കെ മഹിമ പറയുന്നുണ്ട്. സംഗതി മഹിമ അപമാനിക്കാൻ നോക്കുവാണ്. എന്നിട്ട് മഹിമ പറയുന്നുണ്ട്, രേവതി തുറന്ന് നോക്ക് എങ്ങനെയുണ്ട്, ഏറ്റവും പുതിയ ഡിസൈനാണ്, രേവതിക്ക് ഇഷ്ടപ്പെടും. അന്ന് ആ പരിപാടിയിൽ ഞങ്ങൾ രേവതിയെ അറിയാതെ കള്ളി എന്നൊക്കെ വിളിച്ച് അപമാനിച്ചായിരുന്നില്ലേ, വീണ്ടും മഹിമ പഴയ വിഷയങ്ങളൊക്കെ എടുത്തിട്ട് ആ ചടങ്ങൊന്ന് അലങ്കോലപ്പെടുത്തുവാൻ നോക്കുവാണ്. പക്ഷെ അത് ഏക്കില്ല കേട്ടോ. മഹിമ പറയുവാണ്, അന്ന് ഞാൻ നിന്നെ അറിയാതെയാണെങ്കിലും ഞങ്ങൾ കള്ളി എന്നൊക്കെ വിളിച്ചു, ആ മാല നീയാണ് എടുത്തതെന്നൊക്കെ സംശയിച്ചിട്ട്. ഈ വളയ്ക്ക് പക്ഷെ അതിനേലും നല്ല കട്ടിയുണ്ട് മോളെ രേവതി, നല്ല വെയിറ്റ് ഉള്ളതാ, നല്ല പുതിയ ജ്വല്ലറിയാ, നീ ഇഷ്ടപ്പെട്ട് ഇട്ട് നോക്കിയെന്നൊക്കെ മഹിമ പറയുവാണ്. അപ്പോഴേക്കും ഗിഫ്റ്റ് അല്ലേ, രേവതിക്ക് അത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ, ആ ഒരു ഉറച്ച വിശ്വാസത്തിലാണ് മഹിമ ആ വള കൊടുക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും രേവതി ആ വള നോക്കിയിട്ട് നേരെ കൊണ്ടുപോയി വർഷയുടെ കയ്യിൽ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ മഹിമ പറയുന്നുണ്ട്, രേവതി ഞാനത് നിനക്ക് വേണ്ടി മേടിച്ചതല്ലേ, വർഷയ്ക്ക് എന്തിനാ ഇട്ട് കൊടുക്കുന്നത്? അപ്പം പറയും, എനിക്ക് ഇങ്ങനത്തെ വളകളൊന്നും ചേരത്തില്ല, ഈ വളകൾ ഇടേണ്ടവരുടെ കയ്യിലിട്ടാലേ ഭംഗി ഉണ്ടാവുള്ളൂ, ഇത് വർഷയുടെ കയ്യിനെ ചേരത്തുള്ളൂ, അതുകൊണ്ട് വർഷം ഇട്ടോട്ടെ എന്ന് പറയുവാണ്. അപ്പം മഹിമ പറയും, എന്നാലും ഞാൻ നിനക്കായിട്ട് മേടിച്ചുകൊണ്ടും വന്ന വള രേവതി, നിനക്ക് വേണ്ടി ഞാൻ പ്രത്യേകം സെലക്ട് ചെയ്തെടുത്തതാന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആ നിങ്ങളല്ലേ പറഞ്ഞത് രേവതി മോളെ പോലെയാണെന്ന്. അപ്പോൾ രേവതി മോളെ പോലെയാണെങ്കിൽ രേവതിയുടെ പെങ്ങൾക്ക് കൊടുത്തു, അത്രയും കണക്കാക്കിയാൽ മതി, ഇതിൽ വേറൊന്നുമില്ല എന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ടൊരു എറിയുവാണ്. മഹിമ സത്യത്തിൽ ആ പഴയ വിഷയങ്ങൾ എടുത്തിട്ട് നല്ലൊരു ചടങ്ങ് അലങ്കോലപ്പെടുത്തുവാനാണ് നോക്കിയത്, രേവതിക്ക് വളയൊക്കെ കൊടുത്തിട്ട്. പക്ഷേ രേവതി ആയാലും സച്ചി ആയാലും ആ സിറ്റുവേഷൻ നല്ലോണം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്കും അത് ചീറ്റി കഴിയുമെന്ന് മനസ്സിലാകുമ്പോഴേക്കും മഹിമ പറയുകയാണ്, ഹോ എന്തൊരു ചൂടായി ഹോളിൽ, നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്, ഞാൻ ഇവിടെ ഒരു
സെൻട്രലൈസ്ഡ് എ സി മേടിച്ച് തട്ടിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ചന്ദ്രയുടെ കണ്ണൊക്കെ തള്ളുവേ. എ സിയോ? ആ അപ്പോൾ നിങ്ങൾക്ക് ഈ ഹോളിൽ ഇരിക്കുമ്പോഴേക്കെ നല്ലോണം എ സിയൊക്കെ കൊണ്ടിരിക്കാമല്ലോ. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എ സിയുടെ ആവശ്യമൊന്നുമില്ല, എല്ലാവരുടെയും മുറിയിൽ ഓരോരോ എ സി പിടിപ്പിച്ചിട്ടുണ്ട്, വർഷയുടെ മുറിയിലും എ സി ഉണ്ട്. അപ്പോൾ സച്ചി അപ്പം തന്നെ വരുവാണേ, നിങ്ങളുടെ മോൾക്ക് എ സി കൊള്ളണം എന്നുണ്ടെങ്കിൽ മുറിയിൽ എ സി ഉണ്ട്, പിന്നെ എന്തിനാ ഹോളിൽ എ സി? അല്ല വർഷയ്ക്ക് ഇങ്ങനെയൊന്നും ശീലമില്ല ഈ ചൂടൊക്കെ കൊണ്ടിട്ടൊന്നും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹോളിൽ. നിങ്ങളുടെ മോൾക്ക് എ സി കൊള്ളണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മുറിയിലുണ്ടെന്ന്, മുറിയിൽ പോയി കൊള്ളട്ടെ, ഇവിടെ എവിടെയൊക്കെ എ സി വെക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളും, നിങ്ങൾ തീരുമാനിക്കാൻ നിൽക്കണ്ടെന്ന് സച്ചി മഹിമയോട് ചൂടാകുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും വർഷയ്ക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്, പക്ഷെ വർഷമൊന്നും മിണ്ടുന്നില്ല, കാരണം ഒരു നല്ല പരിപാടി നടക്കുവാണല്ലോ. അപ്പോഴും മഹിമ പറയുന്നുണ്ട്, ഉള്ളത് കൊണ്ടല്ലേ ഞങ്ങൾ തരാമെന്ന് പറയുന്നത്, എൻ്റെ മോളിൽ താമസിക്കുന്ന വീടല്ലേ, അപ്പം പിന്നെ അതിൽ കൊടുക്കുന്നതിന് എന്താ, ഞാൻ ഏറ്റവും നല്ല പുതിയ ഡിസൈൻ തന്നെ നോക്കി തരാമെന്ന് പറയുമ്പോൾ സച്ചി വീണ്ടും പറയുവാണ്, നിങ്ങൾ ഞങ്ങളുടെ കുടുംബക്കാര്യത്തിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ വീണ്ടും വീണ്ടും എന്തിനാ ഈ എ സിയുടെ കാര്യം പറയുന്നത്, എ സി അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ മേടിച്ച് പിടിപ്പിച്ചോളാം, നിങ്ങളുടെ അവതാരിയൊന്നും വേണ്ടാന്ന് സച്ചി ചൂടാവുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും മഹിമക്ക് ഒന്നുകൂടെ ദേഷ്യം കൂടി കൂടി വരുവാണ്. അപ്പോൾ രേവതിയും മുറിച്ച കേക്ക് പീസുമായിട്ട് വന്നിട്ട് നമ്മുടെ മഹിമയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. മഹിമ എന്നിട്ട് എടുത്തിട്ട് പറയും, എനിക്ക് ഈ കേക്കൊന്നും ഇഷ്ടമല്ല, ഈ ഫ്ലേവറൊന്നും ഞാൻ തിന്നത്തുമില്ല, എനിക്കൊന്നും വേണ്ട ഈ കേക്ക് എന്ന് പറഞ്ഞ് രേവതിയുടെ കയ്യിൽ തന്നെ കൊടുക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഓ വളരെ നല്ല കാര്യം, തിന്നില്ലെങ്കിൽ അത്രയും നല്ലത്, ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് സച്ചി അപ്പോൾ പറയുവാണ് മഹിമയെ. മഹിമക്കാണെങ്കിൽ ദേഷ്യം ഇങ്ങനെ കൂടിക്കൂടി വരുവാണ്, എന്തെങ്കിലും പറഞ്ഞ് ആ പരിപാടി ഒന്ന് അലമ്പാക്കണം എന്നുണ്ട് മഹിമയ്ക്ക്, പക്ഷേ ഒട്ടും അലമ്പാവുന്നില്ല, ആരും ഒന്നും എതിർത്തും പറയുന്നില്ലല്ലോ, തല്ലുപിടിക്കാൻ പറ്റിയ പാകത്തിനൊരു സിറ്റുവേഷൻ പോലും മഹിമക്ക് കിട്ടുന്നില്ല. അപ്പോഴേക്കും മഹിമ പറയുന്നുണ്ട്, ഞാൻ എന്നാൽ പിന്നെ എന്തൊരു ചൂടായോടെ, എനിക്ക് ഇത്രയും ചൂടിലൊന്നും നിൽക്കാൻ പറ്റുന്നില്ല, വർഷ നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയും, ഞാനൊന്നും വരുന്നില്ല. അപ്പോൾ രേവതി പറയും, എങ്ങോട്ട് വരുന്നില്ലേന്ന്, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാമെന്ന് പറയുമ്പോഴേക്കും മഹിമ പറയും, ഭക്ഷണോ, എനിക്കൊന്നും വേണ്ട, ഈ ചൂടത്തൊക്കെ ഇരുന്ന് ആര് ഭക്ഷണം കഴിക്കാനാ, ഞാൻ പോവാ, എനിക്ക് വേറെ പരിപാടി ഉണ്ടെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഓ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വേണ്ട, ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുവാണ് മഹിമയോട് സച്ചി. സച്ചിക്ക് എല്ലാം കൂടി ദേഷ്യം വന്നിരിക്കുവാണ്, മഹിമ അടുത്ത് ചിരിച്ചോണ്ടാണ് ഇത് പറയുന്നത്, പക്ഷെ മഹിമക്ക് മനസ്സിലായി സച്ചി ചിരിച്ചോണ്ടാ പറയുന്നെങ്കിലും ഉള്ളിൽ അത്രത്തോളം ദേഷ്യമുണ്ടെന്ന്. അപ്പോൾ ആ പരിപാടി കുളമാക്കാനുള്ള മഹിമയുടെ ഉദ്ദേശങ്ങളൊക്കെ തകർന്നു പോയിരിക്കുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഉടനെ വരാൻ പോകുന്ന എപ്പിസോഡിലെ വിശേഷങ്ങൾ. വെഡ്ഡിങ് ആനിവേഴ്സറിയൊക്കെ കാണേണ്ട എപ്പിസോഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് സച്ചിയും രേവതിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിപ്രായങ്ങൾ പറയലും കുടുംബക്കാരും ഇവരെ പറ്റിയുള്ള അഭിപ്രായം പറയലൊക്കെ ഉണ്ട്, അതൊക്കെ കാണേണ്ടത് തന്നെയാണ്. ചന്ദ്രയുടെ മനസ്സിലുള്ള കാര്യങ്ങളും ഇവരെ പറ്റി ചന്ദ്ര പറയുന്നുണ്ട്, എല്ലാവരും ഇവരെ പറ്റി മനസ്സ് തുറക്കുവാണ്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി.